ഓണം കത്തിക്കും ഓണത്തിന് തീയിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈശാഖേട്ടനും നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് അണ്ണനും കൂടെ പടച്ചുവിട്ട ഖലീഫ ദ റൂളർ 2026 ഓണം റിലീസ്. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. ആദ്യം തന്നെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ കം റൈറ്റർ ആയിട്ടുള്ള ജിനു വി എബ്രഹാമിനോടൊരു കാര്യം പറയാനുണ്ട്. ഒരു ആക്ഷൻ മാസ് മസാല പടം എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്തിട്ട് ഒരു പുതുമയില്ലാത്ത വളരെ ഫ്ലാറ്റായിട്ടുള്ള ഒരുപാട് തവണ പറഞ്ഞ് തേമ്പിച്ചിട്ടുള്ള ഒരു കഥ വെച്ചിട്ട് സിനിമകൾ എടുത്തിട്ട് അത് വിജയിപ്പിക്കാം, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് 10-15 കൊല്ലമായി. വൈശാഖ് ആസ് എ ഡയറക്ടർ വൈശാഖ് അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ പണിത് വരുന്നത് ഒരു അടിത്തറയില്ലാത്തൊരു വീടാണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സ്ക്രീൻ പ്ലേ, അതിൻ്റെ ഒരു പവർ, നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴുള്ള ആ ഒരു സ്ട്രെങ്ത്ത്, ഈ സാധനങ്ങൾ നല്ല രീതിയിലല്ലെങ്കിൽ ഒരു പടവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകില്ല. അടിസ്ഥാനപരമായിട്ട് ഈ സിനിമയ്ക്ക് സംഭവിച്ച പാളിച്ച എന്ന് പറയുന്നത് നല്ലൊരു തിരക്കഥയോ അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥയോ ഇല്ല എന്നുള്ളതാണ്. ഇനി ഈ സിനിമ എന്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാണണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. ആദ്യം പൃഥ്വിരാജ് ആസ് ദ ലീഡ് ക്യാരക്ടർ വാസ് ഗുഡ്. കാരണം പൃഥ്വിരാജ് ആ ഒരു കഥാപാത്രത്തിന് എന്താണോ വേണ്ടത് അതിനുവേണ്ടി അത്യാവശ്യം നല്ല പണി എടുത്തിട്ടുണ്ട്. ആ ഒരു യങ് ആയിട്ടുള്ള പൃഥ്വിരാജൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രായത്തിലുള്ള ആളാണെന്നാണ് തോന്നുന്ന രീതിയിലുള്ള ആ ബോഡിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട്, പിന്നെ പുള്ളിയുടെ സ്വാഗ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ആ കഥാപാത്രത്തിന് പുള്ളി പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ പെർഫോമൻസ് വാസ് ഓൾസോ ഗുഡ്. ബട്ട് അഗെയിൻ ഈ പറയുന്ന പോലെ ഭയങ്കര റിപ്പീറ്റഡ് ആണ്. കാരണം പൃഥ്വിരാജ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, ഒരുപാട് തവണ. അപ്പം അതിൽ നിന്നും പുതിയതായിട്ട് ഈ സിനിമയിൽ എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാലും നത്തിങ്, ആബ്സല്യൂട്ട്ലി നത്തിങ്. പൃഥ്വിരാജ് മുമ്പ് കുറേ മാസ് മസാല പടങ്ങൾ എങ്ങനെയാണോ ചെയ്തത് അതിൻ്റെ തന്നെ ഒരു അവിയൽ പരുവാണ് ഈ സിനിമയിലെ നായകനായിട്ടുള്ള ആമിർ അലി. ഇനി പറയാനാണെങ്കിൽ വേറെ കുറേ കഥാപാത്രങ്ങളുണ്ട്. സഞ്ജു ശിവറാമുണ്ട്, ഷമ്മി തിലകനുണ്ട്, നീൽ നിതിൻ മുകേഷ് മെയിൻ വില്ലനായിട്ടുള്ള, ആമിർ അലിയുടെ വാപ്പയായിട്ട് അഭിനയിച്ചിട്ടുള്ള രഞ്ജി പണിക്കർ, ഇങ്ങനെ കുറേ നടന്മാർ, പിന്നെ ആമിർ അലിയുടെ ഉമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള മോഹിനി, ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. അവർക്ക് കൊടുത്ത കഥാപാത്രങ്ങൾ റീസണബിളി വെല്ലായിട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനോട് നമ്മൾ കുറച്ചെങ്കിലും ഇമോഷണലി ലോക്ക്ഡ് ആയാൽ മാത്രമേ നമ്മൾ ആ സിനിമയുടെ അകത്തേക്ക് കയറുള്ളൂ. ആ ഒരു പരിപാടി നടന്നിട്ടില്ല. സോ ബേസിക്കലി ഈ പടത്തിൽ പല സീനുകളിലും നമ്മൾ ഭയങ്കര ഇമോഷണൽ ആവേണ്ട സീനുകളിൽ ആളുകൾ ചിരിച്ച് പറയുന്ന ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് ശരിക്കും പാവം തോന്നും. കാരണം ആ നടൻ കഷ്ടപ്പെട്ട് അഭിനയിച്ച് വെച്ചിട്ടുള്ള സാധനമാണ്. പക്ഷെ അത് കാണുമ്പം കരയേണ്ടതിന് പകരം ആളുകൾ ചിരിക്കുമ്പം വാട്ട് ക്യാൻ ബി സേ, അങ്ങനത്തെ കുറച്ച് മൊമെൻറ്റ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. ആക്ഷൻ സീക്വൻസസ്, യാനിക് ബൻ അത്യാവശ്യം തരക്കേടിലത്തെ പണി എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് ആണ് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ളത്. കാരണം ആ ഒരു ഫൈറ്റ് ലോജിക്കലി അല്ലെങ്കിൽ പോലും അത്യാവശ്യം ആളുകളെ ഒന്ന് പമ്പ് ചെയ്യുന്ന രീതിയിൽ ആ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഇൻട്രോ ഫൈറ്റ് സീനും അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഒരുപാട് സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് തന്നെ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് കാര്യമായിട്ട് വർക്കായിട്ടില്ല. പിന്നെ ഇതുപോലൊരു സിനിമ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ പടത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് സ്കോറിംഗ് ആണ്. ജെയ്ക്സ് ബിജോയ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ്. ആൻഡ് പുള്ളിയുടെ വർക്ക് ഈ ഒരു പടത്തിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഗംഭീരമായിട്ട് വർക്കായിട്ടില്ല. ഓവർ ടൈം പണിയെടുത്തിട്ടുണ്ട്, സംഭവമൊക്കെ ശരിയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ പടത്തിന് വേണ്ടുന്ന രീതിയിലുള്ളൊരു എലിവേഷൻ ആ പടത്തിൽ നമുക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ പടം ഫസ്റ്റ് ഡേ കണ്ടത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് ഉള്ളതുകൊണ്ട് മാത്രമല്ല എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. മാമ്പറക്കൽ അഹമ്മദ് അലി ഈ കഥാപാത്രത്തിന് കൊടുക്കുന്ന ബിൽഡപ്പ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. കാരണം ആരുടെയൊക്കെ പേരിൻ്റെ കൂടെയാണെന്നറിയോ പറയുന്നത്, ഹാജി മസ്താൻ അല്ലെങ്കിൽ വരദരാജ മുതലിയാർ, ഇവരുടെയൊക്കെ കൂടെ ഈ പേര് പറയുമ്പോൾ മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറയുമ്പം ആ പേര് കൊണ്ട് ആളുകൾ റിയാക്ട് ചെയ്യുന്നൊരു സാധനം കാണുമ്പോൾ നമുക്കറിയാം എന്തൊരു ഓറയാണ്, എന്തൊരു പ്രസൻസാണ് ആ മനുഷ്യന്. ആ ഒരു ക്യാരക്ടർ കാണുന്നില്ലെങ്കിൽ പോലും തിയേറ്ററിലെ ആളുകൾ ആ പേര് പറയുമ്പോൾ ഓരോ തവണയും റിയാക്ട് ചെയ്യാണ്. പക്ഷേ ആ ഒരു ക്യാമിയോ വന്ന സമയത്ത് ഇത്രയും ഒരു ഹെവി ആയിട്ടുള്ളൊരു സാധനം നമ്മളടുത്ത് പറഞ്ഞിട്ട് ക്യാമിയോ വന്നപ്പോൾ ഞാൻ അലറി, തിയേറ്റർ കിടന്ന് ഞാൻ അലറി വിളിച്ചു. പക്ഷേ ലാലേട്ടൻ സംസാരിച്ചു തുടങ്ങി ഭയങ്കര ഇമോഷണലായിട്ട്. അത് വേണ്ടായിരുന്നു. കാരണം ശരിക്കും എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ആ ഒരു കഥാപാത്രം അങ്ങനെയാണ് വന്നു നിന്ന് ആ ലുക്കിലും ഇതിലും നിന്നിട്ട് വലിയ സംസാരമൊന്നുമില്ല, ഒരു ഹഗ്, ഇതൊക്കെ മതിയായിരുന്നു. സംസാരം തുടങ്ങിയപ്പോഴത്തേക്കും ആ ഒരു സാധനം പോയി. അങ്ങനെ ആ ഒരു ക്യാമിയോ ഉദ്ദേശിച്ചൊരു ഇമ്പാക്റ്റ് തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയും. പക്ഷേ വേറൊരു ക്യാമിയോ ഉണ്ട്, അത് അത്യാവശ്യം നല്ല കട്ടക്ക് ഇമ്പ്രസീവ് ആയിരുന്നു. കാരണം അത് കണ്ട ഓഡിയൻസിന് ഉണ്ടായ റിയാക്ഷൻ സംഭവം അത് ഞാനിവിടെ ബ്രേക്ക് ചെയ്യുന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം ഞാൻ ഏത് ക്യാമിയോനെ കുറിച്ചാണ് പറയുന്നില്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ക്യാമിയോനെ കുറിച്ച് പറയുന്നില്ല. ബട്ട് ദാറ്റ് വൺ വാസ് വെരി ഇംപ്രസീവ്.
അങ്ങനെ ആകത്തുക നോക്കുവാണെങ്കിൽ ഓണത്തിന് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാര്യമായിട്ട് വലിയ പ്രതീക്ഷകളൊന്നുമില്ല, എന്നാൽ കുറച്ച് നേരം കുറച്ച് ആക്ഷനൊക്കെ കണ്ട് ഒന്ന് തണുത്ത് സന്തോഷിച്ചിരിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ നമുക്ക് വലിയൊരു നിരാശയൊന്നും തരില്ല ഈ ഒരു പടം. പക്ഷേ ഒരു ഗംഭീര പടം, അതായത് നമ്മൾ ഏറ്റവും ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ഷൻ പാക്ഡ് അഡ്വഞ്ചറസ് പടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പടം തിയേറ്ററിൽ പോയി കാണാനിരിക്കുവാണെങ്കിൽ ഐ തിങ്ക് വി വിൽ ബി എ ബിറ്റ് ഡിസപ്പോയിൻറ്റഡ്. അതാണ് എനിക്ക് പേഴ്സണലി ഈ പടത്തിനെ കുറിച്ച് ഫീൽ ചെയ്തൊരു കാര്യം. പിന്നെ ഈ ഒരു വീഡിയോയിൽ ടൈലൻ്റായിട്ട് എനിക്കൊരു കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. ഈ സിനിമയിൽ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് ഭയങ്കരമായിട്ട് കട്ട നെഗറ്റീവൊക്കെ പറഞ്ഞു വിടുന്ന കുറച്ച് ആളുകളുണ്ട്. ഒരു സിനിമ ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ ആർട്ട് ഫോമിൽ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമുള്ള, നിങ്ങളിങ്ങനെ ഊണിൽ ഉറക്കത്തിലും എന്താ പറയുക കഴിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സിദ്ധാന്തം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി നേതാക്കളൊക്കെ ഊക്കിയിട്ടുണ്ടെങ്കിലും ആ ഊക്ക് നിങ്ങളുടെ എന്താ പറയുക റിവ്യൂവിലൂടെ തിരിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. ദാറ്റ്സ് ഓൾ ഫ്രം ഗോഡ് സ്പീക്കിംഗ്.